എന്ന് വെച്ച് അവനാണത് ചെയ്തത് ഞാൻ പറയില്ല. കാരണം പ്രവീണിന്റെ മരണം കൊണ്ട് അവനേക്കാൾ നേട്ടമുള്ള വേറൊരാൾ കൂടി ഇവിടെ ഉണ്ടല്ലോ. അതാരാ? വക്കീല് മുരളീമോഹൻ. കോടിക്കണക്കിന് വില വരുന്ന ആ എസ്റ്റേറ്റ് പ്രവീണിന്റെയും മുരളീമോഹന്റെയും പേരില. പക്ഷെ അവരിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ പിന്നെ ജീവിച്ചിരിക്കുന്ന ആൾക്കാ എസ്റ്റേറ്റിന്റെ മുഴുവൻ അവകാശവും. പണ്ട് രാജഭരണം അവസാനിച്ച കാലത്ത് മിച്ചഭൂമിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാ അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചേ. പക്ഷെ മുരളീമോഹൻ അങ്ങനത്തെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നില്ല, അതാണ് അയാളുടെ മിടുക്ക്. അയാളുടെ ഭാര്യ കാണാതായതിന് അയാൾ എന്താ കാരണം പറയണേ? അയാളുടെ ഭാര്യയ്ക്ക് പലരുമായി രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്ന്. അതിൽ ആരുടെ കൂടെ ഒളിച്ചോടിയതാണെന്ന്. പക്ഷെ നാട്ടുകാര് പറഞ്ഞ വേറൊന്നാ, സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് വക്കീല് ഭാര്യയെ കൊന്നാണെന്ന്. ഒരുപാട് അന്വേഷിച്ചെങ്കിലും ആ സ്ത്രീയെ പിന്നെ ആരും കണ്ടിട്ടില്ല. ആ കേസ് ഇപ്പോഴും തെളിയാതെ കിടക്കുക. അയാളെ സംശയിക്കേണ്ട തന്നെയാ. അത് ശരി തന്നെയാ. പ്രവീൺ മരിച്ചത് കൊണ്ട് മുരളീമോഹന് നേട്ടമുണ്ട്. പക്ഷേ അവൻ ഒരിക്കലും പ്രവീണിനെ കൊല്ലാനാവില്ല. കാരണം അവനൊരു ശുദ്ധഭാവ. പ്രവീണുമായി നല്ല അടുപ്പത്തിലുമായിരുന്നു. പിന്നെ കിഷോർ സംശയിക്കുന്നത് പോലെ കൃഷ്ണപ്രസാദിനും അവനെ ഒന്നും ചെയ്യാനാവില്ല. കാരണം അവനും എന്റെ മകനാ. അപ്പോ കൃഷ്ണപ്രസാദിനെ മകനായി അംഗീകരിക്കാൻ അങ്ങ് തയ്യാറായിരുന്നോ? ആദ്യം ഞാൻ തയ്യാറല്ലായിരുന്നു. ഇവിടെ വന്ന് ബഹളമുണ്ടാക്കിയപ്പോഴൊക്കെ ഞാൻ അവനെ പുറത്താക്കുകയും ചെയ്തു. പിന്നീടാണ് അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ കൃഷ്ണപ്രസാദിനെ മകനായി അംഗീകരിക്കാൻ പ്രവീൺ സമ്മതിച്ചില്ല അല്ലേ? അതിന്റെ പേരിൽ പ്രവീണുമായി അവൻ പലതവണ വഴക്കമുണ്ടാക്കി, ശരിയല്ലേ? ശരിയാണ്. എന്നാലും സ്വന്തം സഹോദരനെ കൊല്ലാൻ മാത്രം നീചനല്ല അവൻ. എനിക്ക് നിങ്ങളെപ്പോലെ പോലീസ് ബുദ്ധിയൊന്നുമില്ല. എങ്കിലും എന്നെ അലട്ടുന്ന ഒരു സംശയമുണ്ട്. കൊന്നത് ആരായാലും എന്തിനാണ് പ്രവീണിന്റെ ശരീരം കത്തിച്ചത്? തെളിവ് നശിപ്പിക്കാൻ അല്ല, അതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു രഹസ്യമുണ്ട്. നമുക്കറിയാത്ത ഒരു രഹസ്യം. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. മരിക്കുന്നതിന് തലേദിവസം സന്ധ്യയ്ക്ക് ഏട്ടനെ തന്നെ കാണിച്ചതാ. അതിനെക്കുറിച്ച് പ്രവീൺ എന്താണ് പറഞ്ഞത്? അന്ന് തോട്ടത്തിൽ ആരോ പതുങ്ങി നിന്ന പോലെ തോന്നി. പക്ഷെ ഏട്ടൻ അടുത്തേക്ക് ചെന്നപ്പോ ആരെയും കണ്ടില്ല. അവിടുന്ന് കിട്ടിയതാ ഇത്. അപ്പൊ കൊലയാളിയുമായി ഇതിനെന്തോ ഒരു ബന്ധമുണ്ട്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഏട്ടൻ ആരോ ഭയപ്പെടുന്ന പോലെ എനിക്കും തോന്നി. നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോ വരാം. ഓ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല വിവേക്. ഏട്ടൻ മരിച്ചപ്പോ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു സഹോദരൻ മാത്രമല്ല, എല്ലാ കാര്യത്തിലും എനിക്ക് ആശ്രയിക്കാവുന്ന ഒരാളും കൂടിയാ. നമ്മുടെ കാര്യം പോലും അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഏട്ടൻ ഏറ്റിരുന്നതാ. എന്താ അച്ഛാ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അച്ഛന് പറയാനുണ്ട്. പ്രവീൺ കൊല്ലപ്പെട്ടതോടെ രാജവംശത്തിന്റെ പിന്തുടർച്ചാവകാശത്തിന് ഇനി മാറ്റം വരും. കൊട്ടാരത്തിലെ മുറയും കീഴ്വഴക്കവും അനുസരിച്ച് ഇനി പ്രീതുവിന്റെ ഭർത്താവായി വരുന്നതാണ് അടുത്ത തമ്പുരാനാകുക. മുറപ്രകാരം പ്രീതു നിനക്ക് അവകാശപ്പെട്ടതാ. അവളെ വിവാഹം കഴിക്കുന്നതോടെ നീയായിരിക്കും അടുത്ത തമ്പുരാൻ. തമ്പുരാൻ എന്ന് വെച്ചാൽ രാജാവ്. നമ്മൾ ക്ഷത്രിയർക്ക് മറ്റെന്തിനേക്കാളും വലുതാണ് രാജപദവി. അതുകൊണ്ട് തന്നെ പ്രീതുവിനെ സ്വന്തമാക്കുക എന്നുള്ളത് നിനക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാലും ഇപ്പൊ അതാണോ അച്ഛാ പ്രധാനം? പ്രവീണിന്റെ കൊലപാതകയെ കണ്ടെത്തുക എന്നുള്ളതല്ലേ? അതെ. ഒപ്പം ഇതും നിന്റെ മനസ്സിൽ വേണം. ദാ നോക്ക്, ആ സുഭദ്രയുടെ മോനും പ്രീതുവിന്റെ പിന്നാലെയാ. നീ നോക്കിയും കണ്ടും നിന്നോളണം. പെണ്ണിന്റെ മനസ്സാ, അതെങ്ങോട്ട് വേണേലും ചാഞ്ഞെന്ന് വരാം. നീ പറഞ്ഞതുപോലെ കേസ് അന്വേഷണം തന്നെയാ ഇപ്പൊ പ്രധാനം. വേറെ ആരൊക്കെ കേസ് അന്വേഷിച്ചാലും അവസാനം പ്രവീണിന്റെ കൊലപാതകയെ കണ്ടുപിടിക്കുന്നത് നീ തന്നെയായിരിക്കണം. എങ്കിലേ തമ്പുരാന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ മങ്ങാതിരിക്കും. ഏട്ടൻ മരിച്ച ദുഃഖത്തിലിരിക്കുന്ന നിന്നോട് പറയാൻ പാടില്ലാത്തതാണെന്നറിയാം. എന്നാലും പറയാ, നിന്റെ വിവാഹം ഉടനെ നടത്തിയേ പറ്റൂ. ജീവിതമാണ്, ആർക്ക്
എപ്പോഴെന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. എന്റെ കാലം കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ പല രീതിയിൽ വളച്ചൊടിക്കും. ചിലപ്പോ രാജവംശത്തിന്റെ പിന്തുടർച്ചാവകാശം തന്നെ നിന്നിന്ന് അവർ തട്ടിയെടുത്തെന്ന് വരും. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്നെ എത്രയും പെട്ടെന്ന് കിഷോറിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അത് അച്ഛൻ എന്നോട് പൊറുക്കണം. എനിക്കിഷ്ടം കിഷോറിനെയല്ല, വിവേകിനെയാ. എന്താ നീ പറയണേ? കൊട്ടാരത്തിലെ കീഴ്വഴക്കങ്ങളൊന്നും തെറ്റിക്കില്ല നീ എനിക്ക് വാക്ക് തന്നല്ലേ? എന്നിട്ടിപ്പോ നിനക്കെന്താ പറ്റിയത്? എനിക്കറിയില്ല അച്ഛാ, അങ്ങനെ സംഭവിച്ചു പോയി.